നിഖിലാണ് ഇപ്പോൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരിക. നമുക്കറിയാം, നമ്മുടെ പിസ്തോസ് എന്നാണ് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ തന്നെ പേര്. വിശ്വാസം, അതല്ല എല്ലാം എന്ന് ഒരു പരസ്യവാചകം നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും. ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച് നിഖിൽ ഈ ഒരു അവസ്ഥയിലും എങ്ങനെയാണ് അതിജീവിക്കുന്നത്, എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിഖിൽ ഈ അവസരത്തിൽ നിങ്ങളോട് പറയും. തുടർന്നുള്ള നാടകവും കണ്ടിട്ട് വേണം നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകാൻ. എന്തായാലും ആർക്കും വലിയ തിരക്കില്ലാതെ എല്ലാവരും എല്ലാ പരിപാടികളും കണ്ട് ആസ്വദിച്ച് ഇവിടെ നിന്ന് പോകാനും, അതുപോലെ നാളത്തെ ക്രിസ്തുരാജന്റെ തിരുനാളിന്റെ എല്ലാ പരിപാടികളിലും നിങ്ങൾ പങ്കെടുക്കണമെന്നും ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ലാണ്. ഒരു പക്ഷേ നാളെ ഈ ഒരു ഹല്ലേലൂയ പറയാൻ നമുക്ക് അവസരം കിട്ടിയെന്ന് പറയാൻ പറ്റില്ലേ? കൊച്ചു കുട്ടികൾ വരെ അറ്റാക്ക് വന്ന് മരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടുന്ന അവസരം ഒരിക്കലും നമ്മുടെ കർത്താവിനെ ബന്ധപ്പെടുത്താനായിട്ട് ആരും മറന്നു പോകല്ലേട്ട. ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തില് മറ്റെല്ലാ പൈസ ഉണ്ടാവും, സുഖങ്ങളുണ്ടാവും, ജോലി ഉണ്ടാവും, എല്ലാം ഉണ്ടായിട്ടും ഈ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഏറ്റവും വലിയ ഒരു കാര്യമാണ് സമാധാനം. ശരിയല്ലേ? ഒരാൾക്ക് സമാധാനം ഉണ്ടാവില്ല. ആ സമാധാനം കിട്ടണമെങ്കിൽ ആ കാൽവരി കുരിശിലേക്ക് പോകണം. ആ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുയർത്ത നമ്മുടെ കർത്താവിനെ ഒന്ന് കണ്ട അന്ന് തീരും നമ്മുടെ ലൈഫില് എല്ലാ പ്രശ്നങ്ങളും, എല്ലാ പരാതിയും. മൂന്നാമത്തെ തവണയാണ് ഈ വേദിയിലേക്ക് ഞാൻ വരുന്നത്. ഇവിടെ വരാനും നിങ്ങളെല്ലാവരും നേരിട്ട് കാണാനും കുറച്ച് സമയം നിങ്ങളോട് സംസാരിക്കാനുള്ള വലിയൊരു അവസരം തന്ന നമ്മുടെ കർത്താവിനെ നന്ദി പറയുന്നു. അതേപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ വൈദികന്മാർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഈ ഒരു കാലഘട്ടത്തില് നമ്മുടെ യൂത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, സമയം കുറവായതുകൊണ്ടാണ് വേഗം പറയുന്നത്, യൂത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അറിവുണ്ട്, ബോധമില്ല. നമുക്കെല്ലാവർക്കും എന്തിനെ കുറിച്ച് വേണമെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. പക്ഷെ ആ അറിവ് പൂർണ്ണമായ സത്യത്തേക്കാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി മരിച്ചുയർന്ന കർത്താവിനെ ഈ ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റില്ല. റോമ 1:21 പറയുന്നത്, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയ നിമിത്തം അവിടുന്ന് അവരെ അധമകാലങ്ങൾക്കും വിരോചിത പ്രവർത്തനങ്ങൾക്കും വിട്ടു. ഇതന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. എൻ്റെ ലൈഫിലുണ്ടായാലും ഇതേപോലെയുള്ള ഒരവസ്ഥ തന്നെയാണ്. ആദ്യത്തെ ഒരു 7ാം ക്ലാസ് വരെ ഒരു വൈദികരാവർക്ക് ആളുകളായിരുന്നു. എല്ലാ വർഷവും ബാക്കി പോകണം. അങ്ങനെ ആദിവാസികൾക്ക് മുന്നേ അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്ന കുർബാന കൂടി എന്നെ ഓർമ്മയാക്കി എടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ്
ഇടവകയിലെ ജോർജ് ആലപ്പടച്ചെന്ന് തോന്നുന്നുണ്ട്. ജോൺ ആലപ്പടച്ചൻ ഒരച്ഛൻ 3 വർഷത്തെ സേവനം കഴിഞ്ഞ് അച്ഛൻ സ്ഥലം മാറ്റി കിട്ടിയത്. അച്ഛൻ പള്ളി മീറ്റിങ്ങിന് പറഞ്ഞു, നിങ്ങളൊരു പയ്യൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്നുണ്ട്, ഇവനെ എൻ്റെ യാത്രയ്ക്ക് കൊണ്ടുവരണം. അത് കേട്ടപ്പോ ഞങ്ങളുടെ കുടുംബ യൂട്യൂബിൽ ആട്ടി ഭയങ്കര പൈസക്കാരിയായിരുന്നു. ആന്റി പറഞ്ഞു മറന്നില്ല, അവരപ്പൻ ഭയങ്കര കള്ളുടിയാണ്, രക്ഷയില്ല. അല്ലാണ്ട് തന്നെ ഒരുപാട് നല്ല മക്കള് ഈ കുടുംബ യൂട്യൂബിലുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം കേട്ടു, എനിക്ക് അഹലപ്പാട് സക്രായി. അന്ന് അവസാനിച്ചു ഒരു വൈദികനാവുള്ള ചിത്തി ആഗ്രഹം എന്നെ. പക്ഷെ അച്ഛൻ്റെ നിർബന്ധം, അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ യാത്രയ്ക്ക് എന്നെ കൊണ്ടുപോയി എനിക്ക് ഷർട്ടും പാൻറ്റും വാങ്ങിച്ചു. പിന്നെ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഞാൻ വേണ്ടായില്ലേ, ഇനിയിപ്പോൾ അച്ഛനെ കിടക്കുന്ന കാര്യമില്ലേ, ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി പല പല കാര്യങ്ങളും അങ്ങനെ 2012 എൻ്റെ 19ാമത്തെ വയസ്സിൽ കോതമംഗലം ഇന്ദിരാഗാന്ധി കോളേജ് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാഴ്ച വീട്ടിലേക്ക് വന്നത്. പിറ്റേ ദിവസം കൂട്ടുകാരുടെ വീട്ടിലേക്ക് ഒരു പരിപാടിക്ക് പോയതാണ്. പപ്പയുടെ വഴി സ്റ്റാർ സിറ്റിക്കുണ്ട്. അവിടെ ചെന്നപ്പോൾ വേറെ കൂട്ടുകാരൻ ഉത്തപ്പാണ്ടായിരുന്നു. പ്രായം തന്നെ 19 വയസ്സിൽ അടിച്ചു പൊളിച്ചു പോകണം ആഗ്രഹം ഉണ്ടായിരുന്നത്. സ്റ്റാർ സിറ്റി അവിടെ ഒതുക്കി വെച്ചിട്ട് സ്റ്റാർ സിറ്റി അവിടെ പതിക്കൊന്ന് ഒതുക്കി വെച്ചിട്ട് കൂട്ടുകാരുടെ കയ്യിൽ പൾസറിന് താക്കോല് പൾസറാണ് നല്ല സ്പീഡാണ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോണ സമയത്ത് എൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നു. എൻ്റെ പ്രായത്തിൻ്റെതായ ആവേശം കൊണ്ടും എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു പാവമുള്ള കൊണ്ടും അഹങ്കാരം കൊണ്ടും ബൈക്ക് നിർത്തിയിട്ട് ഫോൺ എടുക്കാനുള്ള ക്ഷമയും ബുദ്ധിയൊന്നും എനിക്ക് തോന്നിയില്ല. ഇപ്പോഴത്തെ യൂത്ത് എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു കയ്യിൽ കാര്യം പിടിച്ച് മറ്റേ ഫോൺ ഇടയ്ക്ക് ബാലൻസ് കിട്ടിയില്ല. ഹൈറ്റ് കുറവാണ്. എൻ്റെ അമ്മച്ചയുടെ പറഞ്ഞ ഹൈറ്റ് കുറവാണ്. തൊട്ട് മുന്നിലാണെങ്കിൽ ബൈക്ക് സ്കിഡ് ചെയ്ത് അടുത്തുണ്ടായിരുന്ന പോസ്റ്റ് അടിച്ചു. അത്ര ഓർമ്മയുള്ളൂ. പിന്നെ ഓർമ്മ വരുന്നത് ഒരു 3-4 ആഴ്ച കഴിഞ്ഞാണ്. കണ്ണു തുറന്ന് നോക്കുമ്പോ പൾസറിൽ പോയ ഞാൻ വെന്റിലേറ്റർ മനസ്സിലായില്ലേ. കണ്ണു തുറന്നപ്പോ ശരീരം മൊത്തം ട്യൂബും വയറും മെഷീനും നെഞ്ചത്ത് വെന്റിലേറ്ററും തലയുടെ 2 സൈഡ് സ്ക്രൂ ചെയ്ത് വെയിറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഡോക്ടർമാർ നേഴ്സുമാർ പറയുന്നുണ്ട് ആക്സിഡന്റിൽ ഇന്ന് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അവന്റെ കഴുത്തിലെ 3 എല്ലൊടിഞ്ഞു. സ്പൈനൽ കോഡ് അതിൻ്റെ ഇടയിലുണ്ട്. കഴുത്തിന് താഴോട്ട് അവന്റെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് തളർന്നു. ഇനി എത്ര കാലം ജീവിച്ചാലും ഈ ഒരു അവസ്ഥ തന്നെയാവുള്ളൂ. ഒരു സെക്കൻഡ് പോലും അവന്റെ ശരീരത്തിൽ നിന്ന് വെന്റിലേറ്റർ മാറ്റാൻ പറ്റില്ല. അതുകൂടി കേട്ടപ്പോ അതുപോലുണ്ടായിരുന്ന എൻ്റെ ധൈര്യം എൻ്റെ ശക്തി ഒക്കെ പോയി. അതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവില്ല. 19 വയസ്സിലെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. എത്ര കാലം ജീവിച്ചാലും ഈ അവസ്ഥ മാത്രം ഉണ്ടാവുള്ളൂ. ചിന്തിച്ചപ്പോ വേറെ അർത്ഥമൊന്നുമില്ല. എൻ്റെ പപ്പയച്ചി കുടുംബം സാധാരണ ജോലിക്കാരാണ്.
കണ്ടമാന പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ തല മാത്രം മനക്കാൻ പറ്റുന്ന ഞാൻ എൻ്റെ കുടുംബത്തിന് വലിയ ബാധ്യതയായി. ഒറ്റയടിക്ക് എൻ്റെ 19 വയസ്സിൽ അതിസഹായാവസ്ഥയിൽ ഒറ്റയടിക്ക് തോന്നിയത് ആത്മഹത്യയാണ്. കോറ ആഗ്രഹിച്ചുണ്ടാ നിങ്ങൾക്ക് പറ്റിപ്പോ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും. എൻ്റെ തല മാത്രം അനങ്ങുള്ളൂ. ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും അമ്മിച്ച് ആരെങ്കിലും വേണം ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ ഞാനങ്ങനെ ആത്മഹത്യ ചെയ്യും. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് മുമ്പോട്ട് ഒരു വഴിയില്ലാണ്ടായപ്പോഴാണ് ആദ്യമായി നമ്മുടെ കർത്താവിനെ ഞാൻ ഓർമ്മിച്ചത്. ഈശോയെ തെറ്റ് പറ്റിപ്പോയി, എന്നെ കയ്യിലുള്ളൂ, ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല. ഡോക്ടർമാർക്കോ നേഴ്സുമാർക്കോ എൻ്റെ അമ്മച്ചിക്കോ കുടുംബത്തിനോ ആർക്കും പറ്റില്ല. എന്നെ കയ്യിലുള്ള ഈശോയെ. സങ്കീർത്തനം 145 പറയണ്ടേ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥത്തോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സുഭാഷിതം 28 പറയണ്ടേ, തെറ്റുകൾ മറച്ചു വെക്കുന്നവനെ ഐശ്വര്യം ഉണ്ടാവില്ല. അവ ഏറ്റു പറഞ്ഞ് പരിത്യജിക്കുന്നവനെ കാരണം ലഭിക്കുന്നു. തെറ്റ് പറ്റിപ്പോയി സ്വയം എന്നെ കൈകൊണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ പെറ്റമ്മ പറഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് ഉറപ്പുന്ന കർത്താവ് ആദ്യമായി ആ വെന്റിലേറ്റർ ശ്രമിച്ച് എൻ്റെ കൈ പിടിച്ചതാണ്. ഒരു സെക്കൻഡ് പോലും എൻ്റെ ഓരോ കാര്യങ്ങളിൽ മാറി നിൽക്കാത്ത എൻ്റെ അമ്മച്ചിക്ക് എന്നെ മറക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വേണ്ടി മരിച്ചു വന്ന കർത്താവിന് എന്നെ തള്ളിക്കളയാൻ പറ്റും. ആ ഒരു സമയത്താണ് യാവസിന്റെ പ്രാർത്ഥന ഡയറക്റ്റ് കേട്ട പോലെ എൻ്റെ പ്രാർത്ഥന ലൈവായിട്ട് കേട്ട കർത്താവ് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ജോസാന്റെ അച്ഛനെ എൻ്റെ അടുത്തേക്ക് വിട്ടത്. അച്ഛൻ്റെ അടുത്ത് എപ്പോ ഫ്രീ ടൈം കിട്ടിയാലും അച്ഛൻ എനിക്ക് ഒരുപാട് കാര്യം പറഞ്ഞു തരും. കാരണം അച്ഛൻ്റെ അസംസാരത്തിനിടയിൽ അച്ഛൻ പറഞ്ഞ ബൈബിളിലെ 2 വചനാണ് എല്ലാം തകർന്നു പറഞ്ഞ ചിന്ത ഇന്ന് വരെ ഒരു മാറ്റം വരുന്നു. നമ്മുടെ കർത്താവ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും കർത്താവ് ഉണ്ട്. കർത്താവ് എല്ലാവർക്കും തലയിൽ മാത്രമാണ്, പള്ളിയിലും കുരിശിലും കുടുംബ പ്രാർത്ഥനയിലും മാത്രമാണ്. നമുക്ക് വേണ്ടി മരിച്ചു കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഒരിക്കൽ ഒന്ന് അനുഭവിക്കാൻ പറ്റിയ സംഗീതം 16 വചനം പറയട്ടെ, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്, ഞാൻ കൊടുക്കില്ലാതെ. ആ കർത്താവിൻ്റെ സ്നേഹം സാന്നിധ്യം അനുഭവിച്ചാൽ മാത്രം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം ചോദ്യം ചെയ്യും മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. കാലഘട്ടത്തിനേക്കാളും മോശമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവല്ലാതെ മറ്റൊന്നിനും മറ്റൊരു കാര്യത്തിനും നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായ സന്തോഷം സമാധാനം തരാൻ പറ്റില്ല. എന്നെ കാണാൻ വരുന്ന പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇങ്ങനെ ഞങ്ങൾക്ക് പൈസയുണ്ട്, ജോലിയുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, എന്നെ പോലെ ആ ഒരു സന്തോഷം എനിക്ക് കിട്ടില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച
എന്നെ കാണാൻ കുറച്ചാണ് ഷിപ്പിൽ ജോലി ചെയ്തത്. 3-4 ലക്ഷം രൂപ സാലറി ഉണ്ട്. എല്ലാ സെറ്റപ്പുള്ള മനുഷ്യൻ പറഞ്ഞതാണ്, മോനെ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ മതി. നീ അനുഭവിച്ച പോലെ കർത്താവിനെ എനിക്ക് ഒന്ന് അനുഭവിക്കാനായിട്ട്. ഒറ്റ കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. സമയം വളരെ കുറവാണ്. ആ കർത്താവിലേക്ക് നമ്മളെത്താനുള്ള ഏറ്റവും വലിയ എളുപ്പ വഴിയാണ് പരിശുദ്ധാത്മ. എൻ്റെ അമ്മച്ചിയുടെ ഒരു ജീവിത അനുഭവമാണ് പരിശുദ്ധാത്മയിലും കൊന്തയിലും എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായത്. മരിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ മുഖത്ത് തുണിയിട്ട് കൂടി എല്ലാം അവസാനിച്ചപ്പോഴും എൻ്റെ അമ്മച്ചി കൊന്ത ചെല്ലി തിരിച്ചു അയച്ചതാണ് എൻ്റെ ജീവിതം. അമ്മച്ചി ഒരു കാര്യം മാതാവിന് പറഞ്ഞുള്ളൂ, അവനെ ജീവനോടെ എനിക്ക് തിരിച്ചു തന്നാൽ മതി. എത്ര വലിയ ബുദ്ധിമുട്ടിലും അവനെ നോക്കിക്കോളാം. അവനെ തന്ന നമ്മുടെ കർത്താവ് ജീവിക്കേണ്ടത് സാധിക്കുന്ന എല്ലാവർക്കും ഞാൻ കൊണ്ടുപോയി പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഈ അത്താഴത്തെ വരാൻ എനിക്ക് ഒരവസരം. അതേപോലെ പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വലിയ ഒരു ആദരവ് കൊടുക്കണം. പരിശുദ്ധ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് ചെയ്യാത്തത് ഒരു കാര്യവും ഈ ഭൂമിയില്ല. ഒരു 8 വർഷം മുന്നേ എനിക്ക് യൂറിൻ പോകുന്ന അറിയില്ല. പൊക്കളിൽ കാഴ്ച സർജറി ഡയറക്റ്റ് അഡ്മിറ്റ് കൊടുത്തിട്ടില്ല. ഒരു 8-9 വർഷം മുന്നേ വീട്ടിൽ വെച്ച് എൻ്റെ കൃഷ്ണം പഴുത്ത് 3 സൈഡിൽ കൂടെ ബ്ലഡ് പസ് യൂറിൻ ലീക്കായി തുടങ്ങി. ഒരക്ഷയില്ല. ഒരക്ഷയില്ല. എൻ്റെ അമ്മച്ചി പറഞ്ഞു ഒരക്കില്ല. ഡോക്ടർമാരോട് പറഞ്ഞു രക്ഷയില്ല. എൻ്റെ അമ്മച്ചി ലാസ്റ്റ് ചേട്ടനോട് പറഞ്ഞു, എൻ്റെ മോൻ ഒരു വീഡിയോ എടുത്ത് സാധനം കാണിച്ചു കൊടുത്തു. എന്താ ചെയ്യാത്ത പറഞ്ഞു. ചേട്ടൻ വീഡിയോ എടുത്ത് സാധനം കാണിച്ചു കൊടുത്തു. സാർ 2 ഓപ്ഷനാണ് പറഞ്ഞു. റോബോട്ടിക്സ് സാധ്യത 8 ലക്ഷം രൂപ ചെലവുണ്ട്. 98% സക്സസ് ആവില്ല. കോഴിക്കോട് മാത്രമേ ഉള്ളൂ. കേക്കിലും ബ്രെഡിലും സ്റ്റിച്ചിട്ട് അങ്ങനെയാണ് ആ അവസ്ഥയാണ്. 2ാമത്തെ സർജറി കൃഷ്ണം 2 പീസായിട്ട് മുറിച്ചതാണ്. ബസ്സും യൂറിൻ തന്നെ പോയി തന്നെ കട്ടില്ല. 2 ചേരെങ്കിലും ബസ് കൾച്ചർ ചെയ്ത് ഒരു പുറത്ത് വരാമോ ചടവിലെന്ന് പറഞ്ഞു. എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു 2 കാര്യം പറ്റില്ല. 8 ലക്ഷം രൂപ ഗ്യാരണ്ടി ഇല്ല. 2ാമത്തെ ഒട്ടും പറ്റില്ല. എൻ്റെ മോൻ 18 മാസം അഡ്മിറ്റായിട്ട് വീട്ടിൽ വന്നിട്ടുള്ളൂ. ഇനി മുറിച്ചിട്ട ഉണങ്ങണ വരെ അഡ്മിറ്റ് ആവണം. ഇൻഫെക്ഷൻ എൻ്റെ മോൻ മോശം പോലും അറിയില്ല. ഇൻഫെക്ഷൻ ആയിട്ട് പ്രശ്നമില്ല. എൻ്റെ മോൻ പ്രാർത്ഥിക്കും, അമ്മോട് പ്രാർത്ഥിക്കും. നീ മാതാവിനോട് പറഞ്ഞ അമ്മ ചെയ്തു. അന്നാ രാത്രി മാതാവിനമ്മ ആരും സഹായിക്കാനില്ല. ഡോക്ടർമാർ ഇങ്ങനെ പറയുന്നത് ഒരു രക്ഷയിലമ്മ എൻ്റെ അമ്മച്ചി പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആരോടും പറയാനില്ലാത്തോണ്ടാണ് എന്നെ കൈ കിടന്ന അമ്മയെന്ന് പറഞ്ഞു. ഒരു കൊന്ത ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങി. പിറ്റേ രാവിലെ എൻ്റെ അമ്മച്ചിനെ തുടച്ച് ക്ലീൻ ചെയ്ത് ആ മുറിവിൽ നിന്ന് ബസ് എടുക്കാൻ നോക്കിയപ്പോൾ 8 ലക്ഷം രൂപ വരെ ചെലവാക്കിയ നടക്കില്ല എന്ന് പറഞ്ഞ സർജറി 10 പൈസ വരെയാണ് ആ പരിശുദ്ധ അമ്മയുടെ പരിസ്ഥിതി നമ്മുടെ കർത്താവ് ചെയ്തത്. അത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നവരല്ല നമ്മുടെ കൂടിയിട്ട്. ആരും അത് മറക്കേണ്ടതില്ല. കർത്താവിനെ മറക്കത്താണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ മയക്ക് കൊടുപ്പിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മുഖം ആലോചിക്കാം. ഒരു നിമിഷത്തെ ആവേശം അസുഖങ്ങളും ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ കുറിച്ച് ഒരുപാട് പേരെ ആദരിച്ചിരിക്കുന്നു. എന്നെ തൊഴിലെങ്കിലോ ഞാൻ കാര്യങ്ങളെന്തെങ്കിലും അമ്മയെ എൻ്റെ പ്രാർത്ഥിക്കുന്നു. ഇതിനെ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ അവസരം തന്ന ഇരുമ്പ് തുറന്നു ഇവിടുത്തെ എല്ലാ അച്ഛന്മാർക്കും എല്ലാ ശുശ്രൂഷകർക്കും ഒരുപാട് നന്ദി പറയാണ്. സംഭവം ഈ സമയം വളരെ ശാന്തമായി എന്നെ കേട്ടിരുന്ന നിങ്ങളുടെ എല്ലാവരും ഒരുപാട് നന്ദി പറയാണ്.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരെയും സമർപ്പമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾക്ക് ഇത്രയും നേരം കേട്ട ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൂ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വർഷം യുവജനത്തെയും പ്രാർത്ഥന ചെയ്തത്തെയും കോർത്തിണക്കി ചെയ്ത ഒരു പരിപാടിയാണ്. അതിൻ്റെ അവസാനത്തിലേക്ക് നമ്മളൊരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന ഒരു യഥാർത്ഥ ഒരു അനുഭവത്തെയാണ് നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി സ്വന്തം ജീവിതം നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാട്ടാൻ മനസ്സ് കാണിച്ച നികേച്ചേട്ടനെയും അതുപോലെ തന്നെ സ്വന്തം ചോരയെ പോലെ എവിടെ പോയാലും കൊണ്ടു കിടക്കുന്ന സ്വന്തം അമ്മച്ചി ചേട്ടൻ, അതുപോലെ തന്നെ ചേട്ടൻ്റെ ഭാര്യ, അതുപോലെ തന്നെ മക്കൾ, ഇവരെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ആശ്രമത്തിന്റെ പേരിലും ക്രൈസ്റ്റ് മതബോധന യൂണിറ്റിന്റെ പേരിലും ക്രൈസ്റ്റ് ദേവാലയത്തിന്റെ പേരിലും ഒത്തിരിയേറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒരു വലിയ കൈകളിലൂടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തിരുനാള് ആരംഭിച്ചിട്ടുള്ളൂ, കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കാൻ അടുത്തൊരു പരിപാടി അങ്ങനെ തന്നെയാണ്. അനസ്താസിയുടെ രക്തസാക്ഷിത്വം നമ്മുടെ ബഹുമാനപ്പെട്ട വിൽസൺ തറയിലച്ചൻ എഴുതി, അതുപോലെ തന്നെ ശശി എന്ന് പറഞ്ഞൊരു വ്യക്തി അത് സംവിധാനം ചെയ്ത് നിങ്ങളുടെ മുൻപിൽ ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു നാടകമാണ്. നിങ്ങളെ മടുപ്പിക്കാതെ ഒരു പ്രചോദനത്തിലേക്കും ഊർജത്തിലേക്കും കൊണ്ടുവരുന്ന മറ്റൊരു നാടകമാണ്. അതും നമുക്ക് ഈ നിമിഷം ആസ്വദിക്കാം.